ഞാൻ ഗാർഡൻ സെന്ററിൽ നിന്ന് വാങ്ങിയ സാൽവിയാണിത്. അതിന്റെ ഫ്ലവറിംഗ് ടൈം ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു. പട അറ്റത്ത് കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നമ്മൾ പ്രൂൺ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടതെന്ന് പറയാം. പ്രൂൺ ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഒറ്റ കൈ കൊണ്ട് എല്ലാം കൂടെ നടന്നില്ല ഗൈസ്. എനിവേസ്, അപ്പൊ ഇതിപ്പോ കണ്ടോ, ഇതിന്റെ ഫുൾ ഫ്ലവറിംഗും കഴിഞ്ഞു. അറ്റത്ത് കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ. അപ്പം അതിനെ വേണമെങ്കിൽ കൊല്ലാണ്ടിരിക്കാം, നിങ്ങൾക്ക് അത് കണ്ടോണ്ടിരിക്കണമെങ്കിൽ. പക്ഷെ ഇത് കാണാൻ വലിയ ഭംഗി ഉണ്ടാകത്തില്ല കേട്ടോ. പ്രൂൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എനിക്കുള്ളൊരു ഐഡിയ പറഞ്ഞുതരാം. ഇതിപ്പം ഈ പ്ലാന്റ് കണ്ടോ, ഇതിങ്ങനെ നോക്കിയാൽ എനിക്ക് തോന്നുന്നു നമുക്കിത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാവുന്ന, അത് ആ നഴ്സറി പോട്ടിൽ നിന്ന് ഇറക്കിയാൽ. അപ്പോൾ ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ ആ ഗാർഡൻ ബെഡിൽ ഗ്രൗണ്ടിൽ ഇത് പ്ലാന്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ സാൽവിയ പ്ലാന്റ് നീളം കുറയ്ക്കാൻ അതിന് രണ്ട് വഴിയുണ്ട്. ഒന്ന് അതിനെ ഡെഡ് ഹെഡ് ചെയ്യുക, രണ്ട് അതിനെ പ്രൂൺ ചെയ്യുക. ഡെഡ് ഹെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൂത്ത് കഴിഞ്ഞ പൂക്കളുടെ ആ സ്റ്റോക്ക്, ആ ഫ്ലവർ സ്റ്റോക്ക് ഫോളോ ചെയ്ത് അടിവരെ പോയിട്ട് ലീഫിന്റെ ഗ്രോത്ത് ഉള്ളതിന്റെ തൊട്ട് മുകളിലായിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പൊ അതിന്റെ ബയോളജി എന്താണെന്ന് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത് കളഞ്ഞതിന്റെ അവിടെ നിന്ന് 2 എക്സ്ട്രാ ബ്രാഞ്ചസ് വന്നേക്കും എന്നുള്ളൊരു ചാൻസ് ഉണ്ട്. ഡെഡ് ഹെഡ് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഡെഡ് ഹെഡ് ചെയ്യേണ്ടതിന്റെ ഫ്ലവർ സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നു. അതിന്റെ ലീഫ് ഗ്രോത്തിന് തൊട്ട് മുകളിലായിട്ട് ഒരു ആംഗിൾഡ് ഷേപ്പിൽ ഒരൊറ്റ കട്ട്. ഇനി പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഈ പ്ലാന്റ് മുഴുവനായിട്ട് കൈ കൊണ്ട് ഒരുമിച്ച് പിടിച്ച് നമുക്ക് കട്ട് ചെയ്താൽ അവിടുന്ന് ന്യൂ ഗ്രോത്തും വരും.